സംസ്ഥാനം ഇനി UDF ഭരണത്തിലേക്ക് എന്ന വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ട് കോൺഗ്രസിന്റെ പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകൾ എന്ന മാന്ത്രിക സംഖ്യ തികച്ച അധികാരം പിടിക്കാൻ ഹൈക്കമാൻഡും KPCCയും കൈകോർക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ നീക്കം നടക്കുന്നത് ചെങ്ങന്നൂരിലാണ്. പുതുപ്പള്ളിയുടെ ഹൃദയം കവർന്ന ചാണ്ടിയുമ്മന് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മനെ ചെങ്ങന്നൂരിൽ കളത്തിലിറക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന സൂചനകൾ. കഴിഞ്ഞ കുറച്ചു കാലമായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ചെങ്ങന്നൂരിനെ തിരിച്ചുപിടിക്കാൻ കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് UDF ഉള്ളത്. അച്ചുമ്മന്റെ ജനപ്രീതിയും ഉമ്മൻചാണ്ടി എന്ന ജനനായകനോടുള്ള ജനങ്ങളുടെ വൈകാരിക ബന്ധവും വോട്ടാക്കി മാറുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ അച്ചുമ്മന്റെ സജീവ സാന്നിധ്യവും പ്രസംഗങ്ങളും പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കിയിരുന്നു. കൂടുതൽ വനിതകളെയും യുവാക്കളെയും മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. കേവല ഭൂരിപക്ഷത്തിനപ്പുറം 100 സീറ്റുകൾ എന്ന വലിയ ലക്ഷ്യമായിട്ടാണ് UDF ഇത്തവണ ജനങ്ങളിലേക്ക് എത്തുന്നത്. ഭരണവിരുദ്ധ വികാരവും വികസന മുരടിപ്പും ചർച്ചയാക്കി ഓരോ മണ്ഡലത്തിലും പ്രത്യേക തന്ത്രങ്ങളാണ് മെനയുന്നത്. കേരളം മാറ്റം ആഗ്രഹിക്കുന്നു. ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന ഈ സർക്കാരിനെ താഴെയിറക്കുവാൻ UDF സജ്ജമാണ്. ഇത്തവണ സർപ്രൈസ് സ്ഥാനാർത്ഥികളുടെയും കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെയും 100 സീറ്റുകൾ നേടി ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരുടെയും പ്രതിജ്ഞ. ജനപിന്തുണയുള്ള സ്വതന്ത്ര വ്യക്തികളുടെയും പുതുമുഖങ്ങളുടെയും അപ്രതീക്ഷിത മണ്ഡലങ്ങളിൽ പരീക്ഷിക്കുക കൂടി ചെയ്യും. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്കും തൊഴിലില്ലായ്മയ്ക്കും മുൻഗണന നൽകുന്ന പ്രകടന പത്രികയായിരിക്കും ഇത്തവണ കോൺഗ്രസ് അവതരിപ്പിക്കുക. A ഗ്രൂപ്പും I ഗ്രൂപ്പും ഒരേ മനസ്സോടെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങും. ചെങ്ങന്നൂർ പിടിച്ചെടുത്ത ആലപ്പുഴയുടെ രാഷ്ട്രീയ ചിത്രം മാറ്റിയെഴുതുവാൻ അച്ചുമ്മൻ എത്തുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളമുള്ളത്. UDF ക്യാമ്പുകളിൽ ആവേശം വാനോളമാണ്. വരാനിരിക്കുന്നത് UDF തരംഗമെന്ന ഉറച്ച വിശ്വാസത്തിൽ അണികൾ സജീവമായി കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയ്ക്ക് വിരാമമിട്ട UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നീക്കങ്ങൾക്ക് വേഗത കൂട്ടുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളം സർപ്രൈസ് സ്ഥാനാർത്ഥികളെ ഇറക്കി 100 സീറ്റുകൾക്ക് പിടിച്ചെടുക്കുവാനാണ് UDF നീക്കം. വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയെ പ്രധാന മുഖമാക്കി മാറ്റുവാനാണ് കോൺഗ്രസിന്റെ മറ്റൊരു പ്രധാന തീരുമാനം. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെയും അച്ചുമ്മനെയും മുന്നിൽ നിർത്തിയൊരു മാസ്റ്റർ പ്ലാൻ ആണ് കോൺഗ്രസ് ഒരുക്കുന്നത് എന്നതിൽ തർക്കമേയില്ല. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് LDFന്റെ കൈവശമിരിക്കുന്ന ചെങ്ങന്നൂർ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. 5 തവണ വനിതകളെ നിയമസഭയിലേക്ക് അയച്ച ചരിത്രമുള്ള ചെങ്ങന്നൂരിൽ അച്ചുമ്മന് ലഭിക്കുന്ന സ്വീകാര്യത വിജയമുറപ്പിക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ പൂർണ്ണ ചുമതല പ്രിയങ്ക ഗാന്ധി ഏറ്റെടുക്കുന്നതോടെ UDF ക്യാമ്പുകൾ സജീവമായി കഴിഞ്ഞു. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയം പ്രിയങ്കയ്ക്ക് കേരളത്തോടുള്ള വൈകാരിക ബന്ധം വർദ്ധിപ്പിച്ചു. ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും പ്രിയങ്ക ഗാന്ധിയുടെ നേരിട്ടുള്ള മേൽനോട്ടം ഉണ്ടാകുന്നത് ഗ്രൂപ്പ് പോരുകൾ ഇല്ലാതാക്കുവാനും ഐക്യത്തോടെ മുന്നേറുവാനും സഹായിക്കുന്നു. കേരളം മാറ്റം കൊതിക്കുന്നു എന്ന തിരിച്ചറിവിൽ അച്ചുമ്മനും പ്രിയങ്ക ഗാന്ധിയും നയിക്കുന്ന ഈ പോരാട്ടം കോൺഗ്രസിനെ അധികാരത്തിന്റെ ഉന്നതിയിലെത്തിക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പോലും ഇപ്പോൾ വിലയിരുത്തുന്നത്.